الحمد لله رب العالمين اللهم صل وسلم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان إلى يوم الدين أما بعد സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ റമദാനിലെ യാത്ര അയക്കുക അല്ലെങ്കിൽ റമദാൻ നമ്മോട് വിട പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റമദാൻ എന്ന് പറയുന്ന മാസം മാറുന്നുവെങ്കിലും റമദാനിൽ അനുഷ്ഠിച്ചിട്ടുള്ള ഇബാദത്തുകളുണ്ടല്ലോ, അതിന് നമ്മൾ യാത്ര അയച്ചുകൂടാ എന്നുള്ളതാണ്. റമദാൻ എന്ന് പറയുന്നത് ഒരു മാസം എന്നതിലപ്പുറം അതൊരു ജീവിത മാതൃകയാണ്, ഒരു ജീവിത രീതിയാണ്. വിശുദ്ധ റമദാനിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ചെയ്തു പോന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജീവിതത്തിൽ ഇനിയുള്ള 11 മാസക്കാലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റിന്റെ 99-ാമത്തെ വചനം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു കാര്യം നമ്മെല്ലാവരും മനസ്സിലാക്കുകയും ശിരസാവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ നീ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. റമദാൻ കടന്നുപോയി, അതോടുകൂടെ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നന്മകളും അവസാനിച്ചു എന്ന് പറയുന്ന വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല. അങ്ങനെ എത്രയോ ആളുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറയുന്ന ഈ മാസത്തിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള ഈ നന്മകളും ആരാധനകളും പ്രാർത്ഥനകളും തൗബയും ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും അതുപോലെ എന്തെല്ലാം ഖുർആനിന്റെ പാരായണം, അതിൻ്റെ മനഃപ്പാഠം, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിച്ചത്, അങ്ങനെ എന്തെല്ലാം നന്മകൾ, പ്രിയമുള്ളവരെ, അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി മതി എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ. നമ്മൾ സാധിക്കുന്നത്ര അമലുകൾ തുടരണം എന്നാണ് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ൽ അതിൻ്റെ 92-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا. അതായത് ഒരു കയർ അത് വളരെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നെയ്തുണ്ടാക്കി, എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അത് പല ഇഴകളായിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ഒരു വനിതയെ പോലെ, ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുതേ എന്നുള്ളതാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. തഫ്സീറുകളിൽ കാണാം, ജാഹിലിയ കാലഘട്ടത്തിൽ റാബിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിലുള്ള ജിഅ്റാന എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ആ വനിത. അവർക്ക് ജോലി ചെയ്യാനുള്ള വേറെയും വനിതകൾ ഉണ്ടായിരുന്നു. അവർ പ്രഭാതത്തിൽ കയറൊക്കെ നിർമ്മിക്കാൻ ആരംഭിക്കും. അങ്ങനെ ഉച്ച കഴിഞ്ഞാൽ ആ കയറ് നശിപ്പിക്കും. അതുപോലെ വിഡ്ഢിത്തം കാണിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുതേ എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ റമദാനിൽ നമ്മൾ പള്ളിയുമായി ബന്ധം, ജമാഅത്തുകൾ നിർവഹിക്കുന്നു, അതുപോലെ ഖുർആൻ ഒന്നിലധികം തവണ ഖത്ം ചെയ്യുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ധാരാളമായിട്ട് പ്രാർത്ഥിക്കുന്നു, ദിക്റുകൾ നിർവഹിക്കുന്നു, സ്വലാത്തുകൾ നിർവഹിക്കുന്നു, അതുപോലെ ഇഫ്താറുകൾ നടത്തുന്നു, അയൽവാസികളെയും ബന്ധുക്കളെയും വിളിച്ച് അവർക്ക് ഭക്ഷണം നൽകി ഇഫ്താറുകൾ നടത്തുന്നു. അങ്ങനെയുള്ള പാവപ്പെട്ടവർക്കും ഒക്കെ നന്മകൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു സ്ത്രീയെ പോലെ ആകരുത് എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗുരിബത് ശംസുഹു. അതായത് സൂര്യൻ അസ്തമിച്ച ഒരു ദിവസം, അതായത് ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ ഒന്നിനെ കുറിച്ചും ദുഃഖിച്ചിട്ടില്ല, ഒരു കാര്യത്തെക്കുറിച്ചല്ലാതെ. എന്താണ് ആ കാര്യത്തിൽ ഉള്ള പ്രശ്നം? നഖസ ഫീഹി അജലി വലം യസ്റ ഫീഹി അമലി. എൻ്റെ ആയുസ് ചുരുങ്ങി, പക്ഷേ എൻ്റെ അമല് വർദ്ധിച്ചിട്ടില്ല.
അത് ഓർത്തുകൊണ്ടാണ് എൻ്റെ ദുഃഖം എന്നാണ് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മൾ നിരന്തരമായിട്ട് ഈ വക നന്മകളൊക്കെ ചെയ്യുക. അത് അല്പമാണെങ്കിലും അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു വഇൻ ഖല്ല, അല്പമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിരന്തരമായി ഈ അമലുകളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ റമദാനിൽ തറാവീഹ് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു 11 റക്അത്ത്. അപ്പോൾ ഈ 11 റക്അത്തും ഇനിയുള്ള എല്ലാ മാസവും എല്ലാവർക്കും നമസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എങ്കിൽ പോലും പ്രിയമുള്ളവരെ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഒരു 9, 11 കഴിയുന്ന ആളുകൾ 11 നമസ്കരിക്കട്ടെ. ഒരു സഹോദരി, പിന്നെ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു സഹോദരിയെ കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടത്, അവര് പിന്നെ 3 ജുസ് സ്വന്തമായിട്ട് നമസ്കരിക്കുക, 3 ജുസ് ഓരോ ദിവസവും പാരായണം ചെയ്ത് നമസ്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ എത്രയോ നന്മകളുമായി മുന്നോട്ട് വരുന്ന ആളുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 11 ദിവസേന നമസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ 9 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 3 അതെങ്കിലും നമ്മൾ നമസ്കരിക്കുക. അതും നമ്മൾ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കരിക്കാതെ, അങ്ങനെ നമസ്കരിക്കാം. പക്ഷേ ഏറ്റവും ഉത്തമം തഹജ്ജുദായി നമസ്കരിക്കുക എന്നുള്ളതാണ്, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനില് സ്വർഗത്തിന്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്ര സ്ഥലത്താ അവർ രാത്രിയുടെ അവസാന യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന, പാപമോചനം തേടുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, സൂറത്തു ദാരിയാത്ത് ആ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, ഭക്തന്മാരായ തഖ്വയുള്ള ആളുകൾ അവർ സ്വർഗത്തിലും ആ സ്വർഗീയ ആരാമങ്ങളിലുമായിരിക്കും, അവിടെയുള്ള അരുവികളിലായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും, തങ്ങളുടെ റബ്ബ് അവർക്ക് നൽകിയത് അവർ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നവരായിരിക്കും. എന്നിട്ടോ ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, അവരതിനു മുമ്പ് നന്മ ചെയ്യുന്ന ആളുകളായിരുന്നു. ആ സ്വർഗവാസികളെ കുറിച്ച് അവരുടെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സ്വർഗത്തിൽ പോയത് എന്ന് വിശദീകരിക്കുക. എന്നിട്ട് പറയാണ്, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയിൽ അല്പം മാത്രമാണ് ഉറങ്ങാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ആരാധന നിരതരായിക്കൊണ്ടാണ് സ്വർഗാവകാശികൾ കഴിഞ്ഞിരുന്നത് എന്നാണ്. വബിൽ അസ്ഹാർ, നമ്മൾ ഈ അത്താഴത്തിന് പറയാറില്ലേ സഹറിന്, ആ സുഹൂർ, ആ വക്തില്, ആ അവസാന സമയത്ത് യസ്തഗ്ഫിറൂൻ, റബ്ബിനോട് പാപമോചനം തേടുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി പറയുന്നുണ്ട്, യൻസിലു റബ്ബുനാ തബാറക വതആല ഇല സമാഇ ദുനിയ, അതായത് നമ്മുടെ അനുഗ്രഹീതനായ നാഥൻ 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങിയപ്പോ രാത്രിയുടെ അവസാനം മുതലെന്നാകുമ്പോൾ അപ്പൊ ചോദിക്കും, മൻ യസ്തഗ്ഫിറുനീ, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഫഅഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. അപ്പൊ ആരുണ്ടെന്നോട് തേടാൻ, ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ, ഞാൻ അവന് പുറത്തു കൊടുക്കുമെന്ന് റബ്ബ് ചോദിക്കുന്ന, 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്ന ആ ഒരു മഹനീയ സന്ദർഭം. ആ സമയത്തൊക്കെ നമ്മളൊരു അല്പം നമസ്കരിക്കാനൊക്കെ ശീലിക്കണം. അതാണ് ഈ റമദാൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര വചനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഇപ്പൊ നോമ്പ്, നമ്മൾ 30 ദിവസം കഠിനമായ ചൂട്. ഞാൻ ഒരു മാസക്കാലം കുവൈത്തിലായിരുന്നു പ്രിയമുള്ളവരെ. അവിടെ സാന്ദർഭികമായി പറയട്ടെ, ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തകന്മാരുള്ള ഒരു പ്രദേശമാണ്. 100 കണക്കിന് ആളുകൾ തൗഹീദിന്റെ മാധുര്യം അവിടെയുള്ള ഇസ്ലാഹി സെന്ററുകളിലൂടെ അനുഭവിച്ചിട്ടുണ്ട്. സമസ്തയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSFന്റെ അണികളായിട്ടുള്ള അങ്ങനെയുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് നമ്മുടെ ഇസ്ലാഹി സെന്ററുകൾ മുഖേന ഇന്ന് നമ്മുടെ അവിടെയുള്ള ഭാരവാഹികളായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഇസ്ലാഹി സെന്റർ നമ്മൾ മനസ്സിലാക്കണം, അവിടെ
അവിടെയുള്ള ആളുകൾ ഇതിനു വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകല്ല. അൽഹംദുലില്ലാ, നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവർ പള്ളിയിൽ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാമൊക്കെ നടത്തിയിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, അവിടെ നല്ല കാലാവസ്ഥയായിരുന്നു. ഇവിടെ ഞാൻ വന്നപ്പോൾ വളരെ കഠിനമായ ചൂട്. എത്രയോ ആളുകൾ പകലിൽ അധ്വാനിക്കാൻ വേണ്ടി പോവുക, നോമ്പ് നോറ്റ് ജോലിക്ക് പോകുന്ന, അതും പാടത്തും പറമ്പിലുമൊക്കെ ജോലിയെടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അതുപോലെ ഭാരമേറിയ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ നോമ്പ് നോൽക്കുന്നു. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ റമദാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പുകളായിട്ടുള്ള ഇപ്പോൾ തിങ്കൾ, വ്യാഴം, അതുപോലെ അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ ഓരോ ചന്ദ്രമാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിലെ നോമ്പാണ്. അതിനാണ് അയ്യാമുൽ ബീദ് എന്ന് പറയുക. തിങ്കൾ, വ്യാഴം, അതുപോലെ യൗം അറഫ, ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം, അതുപോലെ തന്നെ മുഹറം 10, ഇതൊക്കെ അറിയപ്പെട്ട സ്ഥിരപ്പെട്ട ഏറെ പ്രതിഫലമുള്ള സുന്നത്ത് നോമ്പുകളാണ്. നമുക്ക് റമദാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകൾ എടുത്തുകൂടെ? അത് എടുക്കാൻ നമ്മൾ തയ്യാറാകണം. എന്തുകൊണ്ട്? ഷുഗർ കുറയാനോ പ്രഷർ കുറയാനോ അല്ലെങ്കിൽ ആരോഗ്യം നന്നാവാനോ ആ ഒരു നിയ്യത്തല്ല, മറിച്ച് ഇതൊരു ഇബാദത്താണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ്. അത് ഞാൻ നിർവഹിക്കുന്നു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള നിയ്യത്തോടുകൂടെ ആയിരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ ഇപ്പോൾ അയ്യാമുൽ ബീദൊക്കെ പറഞ്ഞല്ലോ, 3 നോമ്പ് ഒരു മാസം നോക്കുമ്പോൾ അത് 30 നോമ്പിൻ്റെ ഒരു പ്രതിഫലമാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ മാസവും നോറ്റാൽ, 11 മാസം നോറ്റ് കഴിഞ്ഞാൽ, റമദാനും നോറ്റ് കഴിഞ്ഞാൽ വർഷം മുഴുവൻ നോമ്പ് നോക്കുന്ന പ്രതിഫലമായിരിക്കും നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഈ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഞാനൊക്കെ വിചാരിക്കുന്നത്, ഇപ്പം നമ്മൾ ജമാഅത്ത് നമസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ഒരുപാട് നന്മകൾ ചെയ്യുന്നു, ഇതൊക്കെ റബ്ബ് സ്വീകരിച്ച് സ്വർഗ്ഗം അങ്ങനെ കിട്ടി എന്നുള്ള ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പക്ഷേ സ്വഹാബത്തിന്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ മനസ്സുകളിലുള്ള വികാരങ്ങൾ എന്തായിരുന്നു? അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്, യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അതായത് അവരുടെ ഹൃദയങ്ങൾ അതിന് നടുക്കമുണ്ടാകുമായിരുന്ന, ഭയമുണ്ടായിരുന്നു എന്നതാണ്. എന്ത് ഭയം? എന്തുകൊണ്ട് ഭയം? ഇത് സ്വീകരിക്കുമോ, സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നുള്ളത്. സ്വഹാബികൾ നമ്മൾ ആലോചിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്തിൽ പരാമർശിക്കുന്നത്? അവര് മദ്യപാനികളാണോ അല്ലെങ്കിൽ മറ്റു വല്ല തെറ്റുകളും ചെയ്യുന്നവരാണോ? അപ്പോൾ അതൊന്നുമല്ല എന്നുള്ളത്, മറിച്ച് എന്താണ്? അവർ ആ തഖ്വയുണ്ടല്ലോ, അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, ആ ഒരു തഖ്വ പ്രിയമുള്ളവരെ, അതുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ നമ്മളൊക്കെ എല്ലാം തികഞ്ഞു എന്ന് ഞാൻ വിചാരിക്കേണ്ടതില്ല, നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഈ അമലുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരു കൂടുതൽ നമ്മുടെ മനസ്സിനെ നന്നാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഈ റമദാൻ കഴിയുമ്പോൾ അടച്ചു വെക്കുന്ന എത്രയോ ആളുകളുണ്ട്. റമദാൻ കഴിഞ്ഞാൽ ഖുർആനുമായി ബന്ധമില്ലാത്തവരുണ്ട്. നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾക്കൊക്കെ എത്ര ആളുകളാണ്. അപ്പോൾ അവിടെയുള്ള ഒരു സൂക്ഷിച്ച അവസ്ഥ നമുക്ക് പലപ്പോഴും അറിയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 30-ാമത്തെ വചനം, ആ വചനം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷി പറയുന്ന ഒരു ആയത്താണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവിന്റെ റസൂൽ പറയും, എൻ്റെ നാഥാ,
എൻ്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു. മനുഷ്യൻ ആ ദിവസത്തിന്റെ ഭയാനകത ഓർത്തുകൊണ്ട് തൻ്റെ ദുരവസ്ഥ ഓർത്ത് കൈകൾ കടിക്കുന്ന അപമാനം കൊണ്ട് ഏറെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുരിതാവസ്ഥ ഉണ്ടല്ലോ. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സാക്ഷി പറയുന്നത്, നാഥ എൻ്റെ ജനത ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോയിക്കൂടാ. നമ്മൾ എന്ത് ചെയ്യണം? റമദാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പഠിക്കണം, ഖുർആൻ മറിച്ചു നോക്കണം. ഖുർആൻ വെറുതെ അർത്ഥമറിയാതെ പാരായണം ചെയ്യില്ല, പാരായണം ചെയ്യണം. അതോടൊപ്പം തന്നെ അർത്ഥവും ആശയവും. അതാണ് മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെയാണ് സമൂഹത്തിൽ വ്യാപിച്ചത്, എങ്ങനെയാണ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വന്നത്? ഖുർആൻ ക്ലാസ്സുകളിലൂടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഖുർആനിന്റെ അർത്ഥം ജനങ്ങളിലേക്ക് കേൾപ്പിച്ചപ്പോ നിങ്ങൾ കേട്ടിട്ടില്ലേ, അരീക്കോട്ടുകാരനായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച്? അദ്ദേഹം വലിയ തോതിൽ റാത്തീബിനും കുത്താറാത്തീബിനും അതുപോലെയുള്ള നേർച്ചക്കും ഒക്കെ സഹായങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ അവിടുന്ന് ഖുർആനിന്റെ വചനം, അടിമക്ക് അല്ലാഹു പോരെ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ലാഹു പോരെ എന്നുള്ള വചനം കേട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിച്ച് അതേ അടിമയുടെ പ്രശ്നം പരിഹരിക്കുവാൻ എല്ലാ സംഗതികളും, അതിന് മറ്റേ ഒരു ജിന്നിന്റെയോ മലക്കിന്റെയോ ഒന്നും സഹായമുണ്ട. റബ്ബ്, മലിക്കുൽ ജബ്ബാറായ റബ്ബ്, ആ റബ്ബാണ് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവൻ എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ള. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനുമായി ബന്ധം നമ്മൾ എന്ത് ചെയ്യണം? ഈ റമദാൻ കഴിഞ്ഞാലും ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മഹാനായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നൽ ബൈതല്ലദീ യുത്ലാ ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഭവനം, നമ്മുടെ ഭവനത്തിൽ അത് പാരായണം ചെയ്താൽ ആ കുടുംബത്തിൽ ഒരു വിശാലതയുണ്ടാകും. അതുപോലെ ആ വീട്ടിൽ നന്മ വർദ്ധിക്കും. അതുപോലെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. പിശാചുക്കൾ അകന്നു പോകും. അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, ഉന്നതനും പ്രതാപവാനുമായ പടച്ച റബ്ബിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടാത്ത ഭവനമോ, അവിടെ എന്താണ് ഉണ്ടാകുക? കുടുംബത്തിന് കുടുസായിട്ടുള്ള ഒരവസ്ഥയുണ്ടാകും. ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും ഇടയിൽ ഒരു ഇടുക്കം, ഒരു ഞെരുക്കം, ഒരു പ്രയാസമുണ്ടാകും എന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, അവര് പറയുന്നത് കേൾക്കാൻ, അംഗീകരിക്കാൻ, പരസ്പരം ആദരിക്കുവാൻ, അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, നന്മ അത് വളരെ തുച്ഛമാകും. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ഭവനത്തിൽ നിന്ന് മലായിക്കത്തുകൾ പോലും പോകും എന്നുള്ളതാണ്. പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഖുർആനൊക്കെ വീട്ടിൽ പാരായണം ചെയ്യണം, അത് പഠിക്കണം, അത് മനഃപ്പാഠമാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ വിഷയത്തിലുള്ള ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, റമദാനിലെ സജീവമായിട്ട് ജമാഅത്തുകൾക്കും നമസ്കാരത്തിനും ഒക്കെ വന്നിരുന്ന ആളുകൾ റമദാൻ കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ കാര്യത്തിലും മടി കാണിക്കുന്നതായിട്ട് കാണാം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, കപട വിശ്വാസികളായ മുനാഫിക്കുകളായ ആളുകളുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് എന്താ? മടിയന്മാരായി, അലസന്മാരായി, മനസ്സിന് ഇഷ്ടമില്ലാതെ അങ്ങനെയായിരിക്കും അവർ നമസ്കാരത്തിന് വരുന്നത്. അത് പാടില്ല. ഞാൻ ഈ നമസ്കരിച്ചാലൊന്നും എൻ്റെ റബ്ബ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയാവില്ല, എങ്കിലും അല്പമെങ്കിലും നന്ദിയാവട്ടെ എന്നുള്ള ഒരു നല്ല മനസ്സോടുകൂടി ആയിരിക്കും നമ്മൾ വരേണ്ടത്. അതെങ്കിലും എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ പ്രിയമുള്ളവരെ. നമ്മളൊക്കെ നമുക്കറിയാം, പലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്ന, അവിടെയുള്ള ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും നമുക്കറിയാം. നമ്മളൊക്കെ സ്വർഗത്തിലാണെന്ന് പറയാം.
നമുക്ക് ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, വാഹനമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, വിനോദങ്ങൾ പോലുമുണ്ട്. പക്ഷേ അവിടെയുള്ള കുട്ടികൾ ദാഹജലം കുടിനീര് കിട്ടാതെ കരയുന്ന പിഞ്ചുമക്കളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാതെ നമ്മൾ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ റമദാൻ വന്നാൽ നമ്മളെല്ലാവരും ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, പശ്ചാത്തപിക്കാറുണ്ട്, തൗബ ചെയ്യാറുണ്ട്. റമദാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ തൗബയും ഇസ്തിഗ്ഫാറും വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂ, അല്ലയോ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ, ഇസ്തിഗ്ഫാർ നടത്തുവിൻ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ദിനേന 100 തവണയെങ്കിലും ഞാൻ ഇസ്തിഗ്ഫാർ തൗബ ചെയ്യുന്നു എന്നുള്ളതാണ്, പശ്ചാത്തപിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ യൂനുസ് നബിയുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞില്ലേ? ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് വമിൻ അഅ്ളമി സിയഇൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും മഹത്വമേറിയിട്ടുള്ള സീഗ, അതിന്റെ രൂപം എന്ന് പറയുന്നത് യൂനുസ് നബിയുടെ പ്രാർത്ഥനയാണ്. അതെന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നാണ്. നാഥാ, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് മറ്റാരും തന്നെയില്ല. അതാണ് തൗഹീദ്, കലർപ്പില്ലാത്ത ശുദ്ധമായ ഏകദൈവ വിശ്വാസം. അത് പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത് ഏറ്റവും വലിയ ഇസ്തിഗ്ഫാറായി അതിൻ്റെ രൂപമായി മാറിയത് എന്ന് പറയുന്നുണ്ട്? ഒന്ന്, ഇതിൽ ഇസ്തിഗ്ഫാർ ഉണ്ടെന്നാ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയാതെ പറയുന്ന ഒരു വചനമാണിത്. എന്ന് മാത്രമല്ല, ഇതിലെന്തുണ്ട്? വിശുദ്ധ ഖുർആനുണ്ട്, ഇതിൽ തസ്ബീഹ് ഉണ്ട്. സൂറത്ത് സ്വാഫാത്തില് യൂനുസ് നബിയെ കുറിച്ച് ഇതേ സംഭവത്തെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം തസ്ബീഹ് ചെയ്തിരുന്നില്ല എങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ താമസിക്കേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ്. തസ്ബീഹ് സുബ്ഹാനക, അല്ലാഹുവിനെ വാഴ്ത്തുക, അത് ഈ ദുആയിലുണ്ടെന്ന. അപ്പോ ഇസ്തിഗ്ഫാറുണ്ട്, ഖുർആനുണ്ട്, ദുആയുണ്ട്, തസ്ബീഹുണ്ട്, അങ്ങനെ വിവിധ സംഗതികളിൽ പ്രാർത്ഥനയിലുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടോ ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന മറ്റൊരു വചനത്തിൽ കാണാം, സാധാരണ നമ്മൾ ദുആ ചെയ്യാറില്ലേ, ആ ദുആകളുടെ കൂട്ടത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ 3 തവണ പ്രാർത്ഥിച്ചാൽ ഇല്ലസ്തജാബല്ലാഹു ലഹു എന്നാണ്, അദ്ദേഹത്തിന് അല്ലാഹു ജവാബ് നൽകാതിരിക്കുകയില്ല എന്നാണ്. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വേറെ ഇഷ്ടം പോലെ പ്രാർത്ഥനകൾ കാണാം. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു, അല്ലിംനി ദുആൻ അബൂ ഫി സ്വലാത്തി, എൻ്റെ നമസ്കാരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറാ, اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. നാദാ, ഞാൻ ഒരുപാട് അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, എൻ്റെ നഫ്സിനോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായിട്ട് ആരുമില്ല. അതേ റബ്ബ് മാത്രമാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവൻ. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കുവാൻ? ആ റബ്ബുണ്ടല്ലോ, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമസ്കാരത്തിൽ അത്തഹിയാത്തും സ്വലാത്തൊക്കെ കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം.
അതുപോലെ മറ്റുള്ള നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ പ്രാർത്ഥന സഹീഹ് ബുഖാരിയിൽ 3 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ മഹത്വമുള്ള ഇസ്തിഗ്ഫാറിന്റെ ഒരു രൂപമാണത്. സഹോദരങ്ങളെ, ഇത് യഖീനോടുകൂടെ, ദൃഢമായ യഥാർത്ഥ വിശ്വാസത്തോടുകൂടെ ഒരാൾ ഇത് പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് വൈകുന്നേരം മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളിലാണ്. ഇനി വൈകുന്നേരം പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ മരണപ്പെട്ടാലോ സുബഹിക്ക് മുമ്പേ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചാലോ അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ, പശ്ചാത്താപങ്ങൾ ഈ സമയത്ത് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, എത്രയോ തിന്മ ചെയ്യുന്ന ആളുകളുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഈ റമദാനിലെ ഒന്നാമത്തെ പത്താകുമ്പോഴാണ് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടെന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 2.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു മനുഷ്യൻ തൻ്റെ പിതാവ് എറിഞ്ഞു കൊന്ന സംഭവം. എത്ര ഹൃദയഭേദമായ സംഭവമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5-6 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും അതേ പ്രദേശത്ത് തന്നെ അതേ പ്രായമുള്ള ഒരു കുട്ടിയെ പിതാവ് ക്രൂരമായി പീഡിപ്പിച്ചു. സംശയം വേണ്ട, അതൊക്കെ മുസ്ലിങ്ങളാണ്, മുസ്ലിം പേരുള്ള മുസ്ലിം നാമധാരികളാണ്. അക്രമങ്ങളും തിന്മകളും ഒക്കെ പൊടികുത്തി മാറുകയാണ്. നന്മയുടെ വാഹകരും ഈ നാട്ടിലുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രിയമുള്ളവരെ, എത്രയോ തിന്മകൾ, എത്രയോ പാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഒരു വചനം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സൂറത്തു ആൽ ഇംറാൻ ഈ റമദാൻ വിട പറയുമ്പോൾ, ഈ നന്മയുടെ വസന്തം വിട പറയുമ്പോൾ നമ്മൾ നന്മയെ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. ഈ ആയത്ത് ഓർക്കുക. അതായത് സൂറ ആൽ ഇംറാനിലെ 30-ാമത്തെ വചനം, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ. അതായത് നാളെ എല്ലാ നഫ്സുകളും അവർ ചെയ്ത നന്മകൾ അവരുടെ കൺമുന്നിൽ കാണും. വമാ അമിലത് മിൻ സൂ, അതുപോലെ തിന്മയായി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺമുമ്പിൽ ഹാജരാക്കപ്പെടും. അന്ന് മനുഷ്യൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, അവൻ ആഗ്രഹിച്ചു പോകും എന്റെയും എൻ്റെ പാപങ്ങളുടെയും ഇടയിൽ ഒരുപാട് വഴിദൂരം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മോഹിച്ചു പോകുമെന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ദുരന്തം നമുക്കുണ്ടായിക്കൂടാ. ഈ ദുനിയാവിൽ റബ്ബിനെ മറന്നുകൊണ്ട് പാപങ്ങൾ ചെയ്തിട്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഖേദിക്കുന്ന, ദുഃഖിക്കുന്ന, അപമാനിതരായിട്ടുള്ള ആളുകളിൽ പെടുന്ന ഒരു അവസ്ഥ അത് നമുക്കുണ്ടായിക്കൂടാ. അപ്പോൾ നന്മകൾ ചെയ്യുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചല്ലോ, പ്രവാചകരെ, എനിക്ക് ഇസ്ലാമിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു തരണം, അത് പിന്നീട് മറ്റൊരാളോട് ചോദിക്കാത്തവണ്ണം അർത്ഥസമ്പന്നമായ ഒരു മറുപടിയാണ് വേണ്ടത് എന്ന്. അപ്പോ അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹി മുസ്തഖിം, നീ അല്ലാഹുവിനെ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുക. ഈമാനിൽ അടിയുറച്ച് മുന്നോട്ട് പോകുക. കലർപ്പില്ലാത്ത ഈമാൻ, അചഞ്ചലമായ ഈമാൻ. എന്നിട്ടോ മുസ്തഖിം, നേരെ ചൊവ്വേ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുക. സഹോദരങ്ങളെ, അതാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അഹ്ഖാഫ് അതിന്റെ 13-14 വചനങ്ങൾ കാണാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, അതായത് ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്ന, എന്നിട്ട് നേരെ ചൊവ്വെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതാ. ഉലൈക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർക്ക് സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗ്ഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. അവർ ദുനിയാവിൽ പ്രവർത്തിച്ചത് പരിഗണിച്ചുകൊണ്ടാണത് എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇസ്തിഖാമത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം, വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രസ്ഥാനമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ ദിവസം ഈ കേരളക്കരയിൽപ്പെട്ട 2-3 ആളുകൾ അരുണാചൽ പ്രദേശിൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അതിനെക്കുറിച്ച് വാർത്ത വന്നപ്പോൾ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടാണ് അവർ കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസ് നൽകുന്ന അറിയിപ്പുകൾ. നമ്മൾ ആലോചിക്കണം, വിവരവും വിദ്യാഭ്യാസവുമുള്ള
ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും അന്ധവിശ്വാസത്തിന്റെ പടുകുണ്ടിലാണ്. അതുകൊണ്ട് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. റമദാൻ കഴിഞ്ഞു, നമ്മൾ ആ ദഅവത്ത് രംഗത്ത് നമ്മൾ ആരാധനാ കർമ്മങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകുന്നതോടൊപ്പം ദഅവത്തിന്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി നമ്മൾ സമ്പത്ത് ചെലവഴിക്കണം, ആരോഗ്യവും സമയവും ചെലവഴിക്കണം എന്നാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഒരിക്കലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിക്കൂടാ. കാരണം നിങ്ങൾ നോക്കൂ, എന്തെല്ലാം നമ്മുടെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ വനിതകൾ പോലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ത്യാഗം ചെയ്തവരായിരുന്നു. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമുക്കറിയാം. ഞാൻ ആ ചരിത്രങ്ങളൊന്നും ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. അവരൊക്കെ യുദ്ധത്തിൽ, യമാമ യുദ്ധത്തിൽ അവരുടെ കൈ പോലും നഷ്ടപ്പെട്ടു, ശരീരമാസകല മുറിവുകൾ പറ്റി. അങ്ങനെ മക്കളോടൊപ്പം ഭർത്താവിനോടൊപ്പം യുദ്ധത്തിൽ പോരാടിയിട്ടുള്ള വനിതകളുണ്ട്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഈ റമദാനിലെ ആ ഒരു ഊർജ്ജം, ഒരു ചൈതന്യം വരുന്ന 11 മാസക്കാലവും കെടാതെ സൂക്ഷിക്കണം എന്നാണ് സ്നേഹത്തോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നോമ്പും ഈ നമസ്കാരങ്ങളും അതുപോലെ തന്നെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതും അതുപോലെ ഖുർആൻ പാരായണവും സദഖയും ദാനങ്ങളും എല്ലാം അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ റബ്ബേ നിന്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ തഖബ്ബൽ സിയാമനാ വ ഖിയാമനാ വസായിറ അഅമാലിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ اجعلنا من المقبولين الفائزين. اللهم انك عفو تحب العفو فاعف عنا. اللهم انصر اخواننا في فلسطين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمه الله وبركاته.